ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ആദ്യത്തെ ജയിൽ നോമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ സീസണിൽ ആദ്യമായി ജയിലിലേക്ക് പോകുവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അപ്പാനി ശരത്തിനും അനുമോൾക്കുമാണ്. അപ്പാനി ശരത്തിനെ ക്യാപ്റ്റന്റെ വിശേഷപ്പെട്ട അധികാരം ഉപയോഗിച്ചുകൊണ്ട് അനീഷാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത്. വളരെ രസകരമായ ഒരു നോമിനേഷൻ ആയിരുന്നു എന്ന് തന്നെ പറയണം. അനീഷിന്റെ നോമിനേഷൻ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ബിഗ് ബോസ്, ഞാൻ ശരത്തിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ടാസ്കിൽ അവൻ ഒന്നും തന്നെ ചെയ്തില്ല, അതുകൊണ്ട് അവൻ ജയിലിൽ പോയി കിടക്കട്ടെ. ഈ വാക്കുകൾ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം പൊട്ടിച്ചിരിയോടുകൂടിയാണ് ഏറ്റെടുത്തത്. പക്ഷേ അപ്പാനിയെ ജയിലിലേക്ക് അയാൾ നോമിനേറ്റ് ചെയ്തത് അയാൾക്ക് മാത്രം ഒട്ടും സഹിച്ചില്ല. ജയിൽ നോമിനേഷൻ എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞപ്പോൾ അപ്പാനി തന്റെ രോഷം അതിശക്തമായ ഭാഷയിൽ കാണുന്നവരുടെ മുൻപിലൊക്കെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു അവൻ എന്നെ തന്നെയായിരിക്കും നോമിനേറ്റ് ചെയ്യുക എന്ന്. എന്നിട്ട് തനിക്കൊപ്പം ജയിലിലേക്ക് വരുന്ന അനുമോളോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ടോപ്പ് 5 ഉറപ്പിച്ചു, അത് കറക്റ്റാണ്, നീ എഴുതി വെച്ചു, ഞാനും നീയും ടോപ്പ് 5-ൽ കാണും. അനുമോളെ തിരഞ്ഞെടുത്തത് വീട്ടിലുള്ള എല്ലാവരും കൂടിയാണ്. അനുമോളുടെ മേൽ ഒത്തിരി ആരോപണങ്ങളാണ് വന്നു വീണത്. അനുമോള് ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടികൾ കൃത്യസമയത്ത് ചെയ്യുന്നില്ല എന്ന് പല ആൾക്കാരും പറഞ്ഞു. അതുകൂടാതെ ആര്യനുമായിട്ട് ഒരു വിഷയമുണ്ടായി. മിഡിൽ ഫിംഗർ ഉയർത്തിക്കാട്ടി എന്ന് പറയുന്നൊരു പ്രശ്നം, അത് കഴിഞ്ഞ ദിവസം സംഭവിച്ച പ്രശ്നമാണ്. എന്നാൽ ആ സമയത്ത് അത് മൂടിവെക്കുകയും തുടർന്ന് ഇന്നൊരു പ്രശ്നമുണ്ടായപ്പോഴേക്കും അത് ഉയർത്തിക്കൊണ്ടുവരികയും ആര്യനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അതൊരു കുറ്റമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് അനുമോളെ എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്യുന്നത്. അനുമോൾക്ക് പ്രത്യേകിച്ച് പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും തോന്നിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ അപ്പാനി ശരത്തിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു മാനസിക അസ്വസ്ഥതയിലാണ്. അതൊക്കെ തന്റെ മുഖത്ത് വെളിപ്പെടുന്നുണ്ട്, തന്റെ വാക്കുകളിൽ വെളിപ്പെടുന്നുണ്ട്. തനിക്കിത് നേട്ടമായി മാറും എന്ന അവസാനം താൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ജയിൽ നോമിനേഷൻ ഇതോടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ജയിലിന്റെ അവസ്ഥ എന്താകും എന്ന് നമുക്ക് കണ്ടറിയാം.